വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന നിർണായക മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ വിജയത്തിലേക്ക് നയിച്ച ബാറ്റിംഗുമായി നിറഞ്ഞാടിയ ഇഷാൻ കിഷൻ മത്സരത്തിന് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ആംഗ്യത്തിലൂടെ ഇനി നിങ്ങൾ വീട്ടിൽ പോയി വിസിലടിക്കൂ എന്നുള്ള വീഡിയോ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. മത്സരശേഷം കളിയിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇഷാൻ കിഷന്റെ ആ പ്രകോപനം ചെന്നൈ ആരാധകർക്ക് ഒട്ടും ദഹിച്ചിട്ടില്ല എന്ന് വേണം തന്നെ പറയാൻ. ആ വീഡിയോക്കെതിരെ വളരെയേറെ വൈകാരികമായി കൊണ്ട് തന്നെയാണ് ചെന്നൈ ആരാധകർ കമന്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിർണായക മത്സരത്തിൽ ക്യാപ്റ്റന്റെ മോശം പ്രകടനവും ചെന്നൈ ആരാധകർ എടുത്തു പറയുന്നുണ്ട്. 21 പന്തുകൾ നേരിട്ട് ക്യാപ്റ്റന് നേടാനായത് 15 റൺസ് മാത്രമാണ്. സൺറൈസ് ഹൈദരാബാദിനെതിരെ വിജയലക്ഷ്യമായി നൽകാൻ കഴിഞ്ഞത് 181 റൺസ് ആയിരുന്നു. ഒരു ഓവർ ബാക്കി നിൽക്കെയാണ് സൺറൈസ് ഹൈദരാബാദ് വിജയലക്ഷ്യം മറികടന്ന് പ്ലേ ഓഫ് ഉറപ്പാക്കിയത്. ഇന്ന് രാജസ്ഥാൻ റോയൽസ് LSGക്കെതിരെ മികച്ച വിജയത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ചെന്നൈ സൂപ്പർ കിങ്സിനെ ഇനി വീട്ടിലിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അവസാന മത്സരം ജയിച്ചാൽ പോലും ഇനി പ്രതീക്ഷ വെക്കേണ്ടതില്ല. 47 പന്തുകൾ നേരിട്ട ഇഷാൻ കിഷൻ ഇന്നലെ 3 സിക്സും 7 ഫോറും അടക്കം 73 റൺസ് നേടിക്കൊണ്ടാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ വിജയത്തിലേക്ക് നയിച്ചത്. മാത്രമല്ല നിർണായക മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ പരാജയപ്പെട്ടിടത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് നായകൻ വിജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മുന്നിൽ നിന്ന് പട നയിക്കുന്ന ഒരു ക്യാപ്റ്റനെ ആയിരുന്നു കമ്മിൻസിലൂടെ ഇന്നലെ കാണികൾക്ക് കാണാൻ കഴിഞ്ഞത്. 4 ഓവറിൽ വെറും 28 റൺസ് മാത്രം വിട്ടുകൊടുത്ത് സഞ്ജു സാംസണെയും ഗെയ്ക്വാദിനെയും കാർത്തിക് ശർമ്മയെയും പുറത്താക്കിക്കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് നിരയെ പിടിച്ചുകെട്ടിയ ബൗളിംഗ് പ്രകടനമായിരുന്നു ഇന്നലെ കമ്മിൻസ് കാഴ്ചവെച്ചത്. കമ്മിൻസിന്റെ ബൗളിംഗ് മികവിൽ തന്നെയാണ് 150 എന്ന സ്കോറിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ഹൈദരാബാദിന് ഒതുക്കാനായത്. ക്ലാസിനും ഇഷാൻ കിഷനും പടുത്തുയർത്തിയ പാർട്ണർഷിപ്പായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് വിജയം പിടിച്ചെടുത്തത്. മികവുറ്റൊരു സ്റ്റംപിങ്ങിലൂടെ സഞ്ജു സാംസൺ ക്ലാസിനെ പുറത്താക്കിയെങ്കിലും സൺറൈസേഴ്സ് ഹൈദരാബാദ് അപ്പോഴേക്കും വിജയത്തോടടുത്തിരുന്നു. ക്യാപ്റ്റൻ കമ്മിൻസിന് മികച്ച പിന്തുണയുമായി സാക്കിബ് ഹുസൈനും ബൗളിങ്ങിൽ നിറഞ്ഞാടി. വെറും 36 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റുകളാണ് നേടിയെടുത്തത്. രണ്ടാം തവണയും ശിവം ദൂബെയെ ക്ലീൻ ബൗൾഡാക്കുന്ന അത്യുജ്വല പ്രകടനമാണ് സാക്കിബ് ഹുസൈൻ ഇന്നലെയും കാഴ്ചവെച്ചത്. ചെന്നൈയും സൺറൈസേഴ്സ് ഹൈദരാബാദും ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോഴും ശിവം ദൂബെയെ സാക്കിബ് ഹുസൈൻ ബൗൾഡാക്കിയിരുന്നു. ഇന്നലത്തെ മത്സരത്തിലും അത് ആവർത്തിച്ചു. ശിവം ദൂബെയും പ്രശാന്ത് വീറുമെല്ലാം ഇന്നലെ അവസാന ഓവറുകളിൽ സിംഗിളുകൾ പോലും എടുക്കാൻ പ്രയാസപ്പെടുന്ന കാഴ്ച കാണേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്കോർ 180-ൽ ഒതുങ്ങിയതും. അവസാന ഓവറിൽ 6 ബോളുകൾ നേരിട്ട പ്രശാന്ത് വീറിന് നേടാനായത് ഒരു ബൗണ്ടറി മാത്രം. പിന്നീട് 3 ഡോട്ട് ബോളുകളും അവസാന ബോളിൽ വിക്കറ്റും നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.